Can we do better? Hallelujah. Hallelujah. Amen. Amen. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാം എനിക്കെന്തിന് നാഥ. It's a famous Malayalam song. Why do we have tongues if it is not to praise God? അപദാനമൊക്കെയും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങൾ എന്തിന് നാഥ. Why do we have lips if we don't praise His name? നമുക്ക് തന്നിരിക്കുന്ന ഈ നാവും ശക്തിയും ശബ്ദവും എല്ലാം കർത്താവിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കണം. All our strength and the voice and all those things us to praise God. സ്തോത്രം ചെയ്യുന്നതിലും സ്തുതിക്കുന്നതിലും പിന്നോട്ട് പോകരുത്. And we should not be backward in worshiping God. ഇന്ന് രാവിലെ നമുക്ക് കാരണങ്ങളുണ്ട് ദൈവത്തെ സ്തുതിക്കാനായി. Even this morning we have reason to worship God. നമ്മെ ജീവനോടെ ശേഷിപ്പിച്ചതിന് നമുക്ക് സ്തോത്രം ചെയ്യാം. Just to keeping us alive we owe Him praise. തന്റെ കരത്താൽ നമ്മെ നടത്തിയതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. And He is helping us walk every day of our lives that is praise God. ആത്മീകമായ ഭൗതികമായ ആവശ്യങ്ങളിലൊക്കെ കരുണ കാണിച്ചതിനായി സ്തോത്രം ചെയ്യാം. Showing mercy in our physical and emotional and financial needs. അവന്റെ ജനമായി അറിയപ്പെടാൻ ഇടയാകുന്നത് തന്നെ എത്ര വലിയ ഭാഗ്യമാണ്. സ്തോത്രം ചെയ്യാം. It is also an honor to know as His children. Hallelujah. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച നമുക്കുണ്ടായിരുന്നു. We had a blessed week this past week. കർത്താവിന്റെ ശക്തിയെക്കുറിച്ച് knowing his power അതായിരുന്നു നമ്മുടെ തീം. കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രയർ വീക്കിലെ തീമായിട്ട് എടുത്തത്. This past week of fasting prayer our theme was to knowing the power of Christ. അതിൽ പങ്കെടുത്ത എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for all of you who participated. മിസ് ചെയ്തവരെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. I am sad those who missed it. മനഃപൂർവ്വമായി മിസ് ചെയ്തവരെ കുറിച്ച് അധികം ദുഃഖിക്കുന്നു. I am greatly grieved for those who purposely missed it. കൂട്ടായ്മയുടെ അനുഗ്രഹത്തെക്കുറിച്ച് ഒരു സെഷൻ ഉണ്ടായിരുന്നു. And there was one session about the blessing of fellowship. തുടങ്ങിയത് വചനത്തിന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു. We started talking about the power of the word of God. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയെക്കുറിച്ച്. Then we talked about the name of Jesus. അവന്റെ രക്തത്തിന്റെ ശക്തിയെക്കുറിച്ച്. Then we talked about the blood of Christ. കൂട്ടായ്മയുടെ ശക്തിയെക്കുറിച്ച്. And then we talked about the fellowship, the blessing of the പുനരുത്ഥാനത്തിന്റെ ശക്തിയെക്കുറിച്ച്. And then we talked about the blessing of the resurrection. ഇന്നലെ രാത്രി നമ്മൾ സംസാരിച്ചത് പ്രാർത്ഥനയുടെ ശക്തിയെ. And then last night we talked about the power of prayer. ഞാൻ ഇന്നത്തേക്ക് പ്രിപ്പയർ ചെയ്തിരുന്നത് മെസ്സേജ് ഫിലിപ്പിയ ലേഖനത്തിൽ തുടർച്ചയായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലേഖനത്തിൽ നിന്നുള്ള ഭാഗമായിരുന്നു. And today I had prepared for the Philippians that we have been following for many Sundays. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റി. But I was not able to sleep last night. മാക്സിമം ഒരു 2 hours 3 hours ഉറങ്ങിക്കാണും. Maybe I only slept 2 or 3 hours last night. 1:30 ആയപ്പോഴത്തേന് ഉണരാനിടയായി. And I woke up around 1:30 a.m. അപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഭാഗം ഞാൻ തീർച്ചയായിട്ടും അതിൽ നിന്ന് സംസാരിക്കണമെന്നുള്ളത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുണ്ട്. And the Holy Spirit inspired me to speak from a passage different than what I planned. അത് മറ്റൊന്നുമല്ല, പവർ ഓഫ് റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. അത് യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെക്കുറിച്ചാണ്. അത് നമ്മളൊന്ന് തൊട്ടിരുന്നുവെങ്കിലും അത് ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് സംസാരിക്കുവാൻ അന്ന് സമയം കിട്ടി. Even though we touched on it during our fasting prayer, but I did not go into detail. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒന്ന് പോവുകയാണ്. It is a very important passage, so I want to go back to that. നിങ്ങളെല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. And I ask your cooperation. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. And Ephesians chapter 1 verse 19 on. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. Ephesians chapter verse 1 and 19 on. And in his comparably great power for us who believe, that power is the same as the mighty strength he exerted when he raised Christ from the dead and seated him at his right hand in the heavenly realms, far above all rule and authority, power and dominion,
and every name that is invoked, not only in the present age, but also in the one to come. And God placed all these things under his feet and appointed him to be head over everything for the church. That is his body, the fullness of him who fulfills everything in every way. മനോഹരമായ വാക്യങ്ങളായി എത്ര ആഴമായതിനെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ തന്നെ പാടാം. It is even too difficult to fathom the depth of these passages. അപ്പോസ്തലനായ പൗലോസിന് ലഭിച്ച ദർശനത്തിനായിട്ട് ദൈവത്തിന് മഹത്വം I കരയട്ടെ. thank God for the revelation Apostle Paul received. പൗലോസ് ഇതിൽ പറയുന്നുണ്ട്, ആ ശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം നമ്മൾ തിരിച്ചറിയണം. And Paul is saying that we need to understand the same power that resurrected Christ, and that is also for us. പൗലോസ് പറയുന്ന അതേ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. And Paul is saying that same power was in Christ. അപ്പൊ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തി, And the power that is given to us, that is unlimited power. അതേ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. And that same power also was in Christ. വ്യാപരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. So what happened when the power resided in Christ? Because he was resurrected from the dead. യേശു ക്രിസ്തുവിനെ സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകലനാമത്തിനും അത്യന്തം മീതെ ഇരുത്തി. And Christ was seated at the right hand of the heavenly realms, far above all rule and authority, power and dominion, and every name that is invoked, not only in the present age. 21 വാക്യം, സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ചു, അവനെ സർവത്തിനും മീതെ തലയാക്കി. He was placed as the head, and everything was put beneath him under his dominion. It's us. എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച വാക്യം അവസാനത്തെ വാക്യം. And the last verse is that greatly rejoices. യേശുവിനെ ഉയർപ്പിച്ചെന്ന് മാത്രമല്ല, Not only that he was resurrected, അവനെ തന്റെ വലത്തുഭാഗത്ത് ഇരുത്തിയെന്ന് മാത്രമല്ല, not only that he was seated on the right hand of the സകല Father, വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും അത്യന്തം മീതെ സകലനാമത്തിനും മീതെ ഇരുത്തിയെന്ന് മാത്രമല്ല, not only that he was placed in power, given power and dominion over every name, സകലവും അവന്റെ കാൽക്കീഴാക്കി വെച്ചു എന്ന് മാത്രമല്ല, not only that everything was placed അവനെ beneath him, സർവത്തിനും മീതെ തലയാക്കി എന്ന് മാത്രമല്ല, not only that he was placed as the head of everything. എന്നിട്ട് ദൈവം എന്ത് ചെയ്തെന്നാ? What else did God do? അതേ ക്രിസ്തുവിനെ എല്ലാറ്റിലും എല്ലാം നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തു. And not only that he was placed above all these things, but he gave that body of Christ, and we are the body of Christ, the church. ഇന്നലെ രാത്രിയിലായി ഈ വാക്യം ഞാൻ ഇത്രയും ശ്രദ്ധിച്ചത്. And only last night I paid close attention to ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, കാണാതെ അറിയായിരുന്നു. I have read this many times, എന്നാൽ ഒരിക്കലും ഇതുപോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. but I have never paid that close attention. ഇപ്പൊ നോക്കണേ, യേശുവിനെ ഉയർപ്പിച്ച വലത്തുഭാഗത്തിരുത്തിയ സർവത്തിനും മീതയാക്കിയ തലയാക്കിയ സർവ്വം അവന്റെ കാൽ കീഴാക്കി വെച്ചിട്ട് അവനെ ആർക്ക് തന്നിരിക്കുക? അവനെ നമുക്ക് തന്നിരിക്കുകയാണ്. You know, God has placed him as the head and given everything under his authority, and then he has given him to us as the church. Hallelujah. Amen. അവനെ സഭയ്ക്ക് നൽകിയിരിക്കുക. And he is given to the church. Hallelujah. Hallelujah. സന്തോഷം കൊണ്ട് നമ്മുടെ ഉള്ളം നിറയണം. Our heart should be rejoicing because of that. വെറുതെ ഒരു റിലീജിയസ് ഗുരു അല്ല നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. He is not a religious leader. വെറും ഒരു ടീച്ചർ അല്ല നമ്മെ He നയിച്ചുകൊണ്ടിരിക്കുന്നത്. is not a mere teacher. പക്ഷേ അല്ല, സർവത്തിലും സർവ്വം നിറയ്ക്കുന്നവന്റെ നിറവായ ആ സഭയ്ക്കായിട്ട് അവൻ കൊടുത്തിരിക്കുക. He is the fullness and embodies God, and he is given to us as the church. യേശുവിന്റെ ഉയർപ്പെന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ ശക്തിയുടെ വലിയ പ്രദർശനം. And you know, the great demonstration of God's power is revealed through the resurrection of Christ. യേശു ഉയർത്തെഴുന്നേറ്റുള്ളെന്ന് മാത്രമല്ല, Not only that he resurrected, പ്രത്യുത അവൻ നമ്മുടെ ഓരോ വിശ്വാസിയുടെയും സോഴ്സ് ഓഫ് പവറാ. and not only that he is the source of every believer's power. ഇത് നമുക്ക് തന്നിരിക്കുക. And that is given to us. യേശുവൻ സ്വന്തമായി തീർന്നതിനാൽ എന്തൊരാനന്ദം ഈ ഭൂവിൽ വാസം. Because Jesus is mine, how beautiful a life that I have on this earth. അവൻ നമ്മുടെ സ്വന്തം.
He is our own. എത്ര പേർക്ക് പറയാൻ How പറ്റും? many of you claim He is your own? കൈകൾ ഉയർത്തി പറയാൻ പറ്റുമോ? Can you raise your hands and say, God, യേശു Jesus is എന്റെ my own? സ്വന്തമെന്ന് നമുക്ക് പറയാം. Can you say that He is my own? ഹല്ലേലൂയ. ആ റിസറക്ഷൻ പവർ നമുക്കായിട്ട് തന്നിരിക്കുകയെന്നാ പറയുന്നതിന്റെ അർത്ഥം. That resurrection power is given to us, the word of God says. എന്തുവാണ് ഈ റിസറക്ഷൻ പവർ എടുത്തു പറയുന്നത്? So what does this resurrection power proclaim to us? ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി വിളിച്ചു പറയുകയാണ്, യേശു ദൈവപുത്രനാണ്. The resurrection power proclaimed to us, Jesus is the Son of God. അവൻ ദൈവപുത്രനാണെന്നുള്ള യേശുവിന്റെ അവകാശവാദങ്ങളെ തെളിയിക്കുന്നതാണ് അവന്റെ ഉയർപ്പ്. That resurrection is proving that he was the Son of God, and that was his claim while he was on earth. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. Romans chapter, first chapter, verse 4 and 5. 4 and 5. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തു. There it says that, and through the Spirit of holiness was appointed the Son of God in power by his resurrection from the dead. Jesus Christ is our Lord. യേശുവിനെ ഉയർപ്പിച്ചതിലൂടെ ദൈവം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്തുവാ? So what is God proclaiming through the resurrection of Christ? That he is my son. അവൻ എന്റെ പുത്രനാണെന്ന് വിളിച്ചു പറയുന്നത്. എന്റെ പുത്രനെന്ന് ലോകത്തിന് മുമ്പാകെ തെളിയിച്ചു കാണിച്ചിരിക്കുകയാണ്. Declared to be the Son of God. And he is declaring that he is the Son of God by his resurrection. യേശുവിന്റെ ഉയർപ്പ് കാണുമ്പോൾ നമ്മൾ വിളിച്ചു പറയുന്ന കാര്യം എന്തുവാ? So what is that we should be proclaiming when we know he is resurrected? യേശു ദൈവപുത്രൻ. And he is the Son of God. ഇന്ന് രാവിലെ നമുക്കതാ That പറയാനുള്ളത്. is the same thing we can proclaim. അവനെ സാധാരണ ഒരു വ്യക്തിയായിട്ട് ആരും കാണരുത്. Don't see him as an ordinary person. വെറും ഒരു ഗുരുവായിട്ട്, ഒരു ടീച്ചറായിട്ട് കാണരുത്. Don't see him as a teacher. ഒരുവൻ അവന്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞ, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? One person came to say, good teacher, what shall I do to inherit the kingdom? കർത്താവ് പറഞ്ഞു, എന്നെ നല്ലവനെന്ന് നീ എന്താ വിളിക്കുന്നത്? So Jesus said, why do you call me good? ദൈവമല്ലാതെ നല്ലവനില്ല. There is no one good other than my Father God. അപ്പൊ യേശുവിന്റെ ഉയർപ്പിലാണ് നമ്മുടെ വിശ്വാസം മുഴുവൻ അടങ്ങിയിരിക്കുന്നത്. All our faith is founded on the resurrection of ഇന്ന് നമ്മൾ Christ. നിൽക്കുന്നുവെങ്കിൽ അത് യേശു ജീവിച്ചെഴുന്നേറ്റത് കൊണ്ടാണ്, ഉയർത്തെഴുന്നേറ്റത് If കൊണ്ടാണ്. we are standing, it is because he was resurrected. ഇന്ന് നമ്മൾ വിശ്വാസമുള്ളവരെങ്കിൽ അത് യേശുവിന്റെ ഉയർപ്പ് കൊണ്ടാണ്. If we have faith in him, it's only because of his resurrection. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, In Corinthians, Apostle Paul says, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. and our preaching is in vain if Christ has not resurrected. നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. And your faith is also in vain. എന്നാൽ ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് Because he lives. നമുക്കറിയാം നമ്മുടെ പ്രസംഗം വ്യർത്ഥമല്ല, We know our preaching is not in vain. നമ്മുടെ വിശ്വാസവും വ്യർത്ഥമല്ല. Our faith is not in vain. എത്ര പേർക്ക് ധൈര്യമുണ്ട്? How many of you can claim that? വെറും കെട്ടുകഥകളിലല്ല നമ്മുടെ വിശ്വാസം These അടങ്ങിയിരിക്കുന്നത്. are not fables or old stories. മറ്റ് റിലീജിയൻസിലെ പോലെ മിത്തോളജിയിലല്ല നമ്മൾ We വിശ്വസിക്കുന്നത്. do not believe in a mythology like other religions. യേശുവിന്റെ ഉയർപ്പെന്ന് പറയുന്ന ചരിത്രത്തിലെ ഏറ്റവും നന്നായിട്ട് അറ്റസ്റ്റ് ചെയ്തിരിക്കുന്ന ഫാക്ട് ആയിരുന്നെന്നാ The പറയുന്നത്. resurrection is one of the most recorded and attested fact in history. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? So who do we live? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് വേണ്ടിയാ. We live for the Christ who resurrected. മരിച്ചു മൺമറഞ്ഞു പോയ ഒരു റിലീജിയസ് ടീച്ചറിന് വേണ്ടി അല്ല. We do not live for a religious teacher who died and was buried. ഹല്ലേലൂയ. Hallelujah. അപ്പോസ്തലനായ പൗലോസിന് ധൈര്യം ഉണ്ടായിരുന്നു. Apostle Paul had this boldness. പൗലോസ് പറഞ്ഞു, അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. He says, I take on all these things because of that reason. എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല. Because I'm not ashamed. എന്താ കാരണം എന്നറിയാവോ? Do you know why? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. I know who I believe. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കും. He is faithful to help me until the day at the end. നമ്മളിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട്? How ആരെ many ഞാൻ of you വിശ്വസിക്കും? can boldly say that statement? ഹല്ലേലൂയ. വെറും നിഴൽ യുദ്ധങ്ങളല്ല നമ്മൾ We are നടത്തിക്കൊണ്ടിരിക്കുന്നത്. not fighting shadow wars. നമുക്ക് ക്ലാരിറ്റി ഉണ്ടല്ലേ? We have very clear understanding. ക്ലാരിറ്റി ഉണ്ടോ? Do we have clarity about that?
that our tomorrows are safe in his hands. നമ്മുടെ നാളുകള് അവന്റെ കരയിൽ ഭദ്രമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുവോ? യേശുവിന്റെ കയ്യിലാണ് ഞാൻ എൻ്റെ ജീവിതം കൊടുത്തതെന്ന് എത്ര പേർക്ക് ധൈര്യമുണ്ട്? How many of you know your life is safe in his hands? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ കരത്തില്. And in the hand of the God who നമ്മുടെ വിശ്വാസം അതിലാ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. Our faith is founded in the same fact. ആമേൻ. Hallelujah. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഓർമ്മയിൽ വെക്കേണ്ടത്, The second thing we need to remember, യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ് നമുക്ക് പാപങ്ങളിന്മേൽ ജയം നൽകുന്നത്. the resurrection power is that gives victory over sin. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുക മാത്രമല്ല ചെയ്തത്, Not only that Christ died for our sins, അവൻ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ പാപങ്ങൾക്കെതിരായിട്ട് പോരാടുവാൻ, അതിനെതിരായി നിൽക്കുവാൻ നമുക്ക് ശക്തി പ്രദാനം and he ചെയ്യും. also gave us the power to stand against sin. റോമലേഖനം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, Romans chapter 6 verse 4 we read, just as Christ was raised from the dead, we too may live a new life. യേശു മരിച്ചവരിൽ നിന്ന് ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. Verse 4 says, we were therefore buried with him through baptism into death, in order that just as Christ was raised from the dead through the glory of Father, we too may live a new life. അപ്പോൾ നോക്കണേ, യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് ഒരു പുതുക്കത്തിന്റെ അനുഭവം തന്നിരിക്കുക. It says that because Christ was resurrected, we also have a renewed life. പാപത്തോട് പോരാടുവാനുള്ള ശക്തി നമുക്ക് We തന്നിരിക്കുകയാണ്. have been given the power to fight against sin. Because the risen Christ is given to us. ക്രിസ്തുവിനെ നമുക്കായിട്ട് തന്നിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് നമുക്കും പാപത്തോട് പോരാടി നിൽക്കുവാൻ കഴിയുമെന്ന ദൈവത്തിന്റെ വചനം the പറയുന്നു. word of God tells us because of that we are able to fight against sin. നമുക്ക് വിശുദ്ധ ജീവിതം സാധ്യമാക്കുന്നത് യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്. Holy life for us is possible because of the resurrection of Christ. യേശുവിന്റെ ഉയർപ്പ് കൊണ്ട് വിശ്വാസികൾക്ക് പാപത്തോട് പോരാടി നിൽക്കുവാൻ ശക്തി നൽകുകയാണ്. And the power of God is given to us through the resurrection to fight against sin. പാപകരമായ സ്വഭാവങ്ങൾക്കെതിരായി നിൽക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കുകയാണ്. And we are given the power to fight against the earthly sinful nature. ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ To നമുക്കിടയാവും. walk in the newness of life. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ യേശുവിന്റെ ഉയർപ്പ് കൊണ്ടാണ് നമുക്ക് പാപത്തിനെതിരായിട്ട് നിൽക്കുവാൻ കഴിയുന്നത്. Because of his resurrection is that gives us the ability to fight against sin. അല്ലെങ്കിൽ ഈ ലോകത്ത് വലിയ പാടാ. Otherwise it would be very difficult in this world. ബൈബിൾ പറയുന്ന സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ And കിടക്കുന്നത്. the word of God says the whole world is under the authority of the നമ്മൾ enemy. സ്വയമായിട്ട് എത്ര ശ്രമിച്ചാലും, എത്ര മൊറാലിറ്റി ഉള്ളവരാകാൻ ശ്രമിച്ചാലും, ഇൻക്ലിനേഷൻ മുഴുവൻ എന്തുവാ? പാപം. Even though we try to be holy people within our own power, but the inclination of the flesh is to be sinful. ദൈവം എക്സ്റേ എടുത്തേച്ച് പറഞ്ഞു, മനുഷ്യന്റെ നിരൂപണമൊക്കെ ദോഷമുള്ളത്. And God took an x-ray and said every thought of human being is sinful. അവന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന നിരൂപണങ്ങൾ മുഴുവൻ ദോഷമുള്ളത്. Every thought that comes from within is for evil. അപ്പം ബൈ നേച്ചർ നമുക്ക് പാപത്തോട് പോരാടി നിൽക്കുവാൻ കഴിയുകയില്ല. So it says that by our own nature, our own strength, we are not able to fight. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ നിർത്തിയിരിക്കാൻ നമുക്കായിട്ട് തന്നിരിക്കുക. So because the resurrected Christ is given to us, we get the ability. അവൻ പാപത്തെ കീഴടക്കിയവനാകയാൽ അവനിൽ കൂടെ നമുക്ക് പാപത്തിനെതിരായി പോരാടുവാൻ ശക്തി ലഭിക്കുക. Because he defeated sin through his resurrection, we are given the power to fight. ഹല്ലേലൂയ. Hallelujah. നമുക്ക് പാപത്തിനെതിരായി നിൽക്കുവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, അത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് മാത്രമാണ്. The only reason we have the ability to fight against sin is because of his resurrection. മൂന്നാമത്തെ കാര്യം, റിസറക്ഷൻ പവർ ആക്ച്വലി കോൺകേഴ്സ് ഡെത്ത്. മരണത്തെ റിസറക്ഷൻ പവർ കൊണ്ട് നമുക്ക് കോൺകർ ചെയ്യാനായിട്ട് കഴിയും. ഡെത്ത് എന്ന് പറയുന്ന, മരണം എന്ന് പറയുന്ന നമ്മുടെ മനുഷ്യരുടെ ഏറ്റവും വലിയ എനിമി, ഏറ്റവും വലിയ ശത്രു. Death is the ultimate enemy of man. എന്നാൽ അതിനെയാണ് യേശു കർത്താവ് തോൽപ്പിച്ചത് അൾട്ടിമേറ്റ് ആയിട്ട്. Our Lord Jesus has defeated death. അതുകൊണ്ട് ഇന്നിപ്പോ നമുക്ക് വിളിച്ചു പറയാം, So today we can boldly proclaim, മരണമേ നിന്റെ ജയം എവിടെ? Oh death, where is your sting? മരണമേ നിന്റെ വിഷമുള്ള എവിടെ? Oh death, where is your victory? മരണത്തിന്റെ വിഷമുള്ള പാപം. The sting of death is sin. പാപത്തിന്റെ ശക്തിയോ
ന്യായപ്രമാണം. And the power of sin is the law. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. But thanks be to God who gives us victory through our Lord Jesus ഈ Christ. വിഷമുള്ളും പാപവും പാപത്തിന്റെ ശക്തിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്നിടത്ത് അതിനെതിരായിട്ട് അതിനെ കോൺകർ ചെയ്യാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. Where the world is full of sin and death and all the consequences, but through the resurrection of Christ, God has given us the authority to be victorious. മരണത്തെ ഭയപ്പെടാതിരിക്കാൻ ഏതെങ്കിലും കാരണമുണ്ടെങ്കിൽ Is there any reason that you should not fear death? അത് യേശുവിന്റെ ഉയർപ്പ് മാത്രമാണ്. That is only because of the resurrection of Christ. അതുകൊണ്ട് ആ തെസ്സലോനിക്ക ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 1 തെസ്സലോനിക്ക 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഫേമസ് പാസേജ്. In 1 Thessalonians chapter 4 we read, അതുകൊണ്ട് നിങ്ങൾ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതെ ഇരിക്കേണ്ടതിന്. So do not grieve like the ordinary men, because when somebody dies, നമ്മൾ ഗ്രീവ് ചെയ്യുമല്ലേ, നമ്മൾ ദുഃഖിക്കും. we will grieve. നമ്മുടെ പ്രിയപ്പെട്ടവർ വാങ്ങി പോകുമ്പോൾ വേർപെട്ടു പോകുമ്പോൾ നമ്മൾ ദുഃഖിക്കും. When our dear ones pass away, we grieve. എന്നാൽ മറ്റുള്ളവരെ പോലെ, ജാതികളെ പോലെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് ഇത് നിങ്ങൾക്ക് എഴുതുന്നു. And Paul is writing, says, because I write this not like the worldly people, when somebody dies you shouldn't grieve like them. കാരണം യേശുവിന്റെ പുനരുത്ഥാനത്തിലൂടെ മരണത്തെ കീഴടക്കുന്ന ഒരു പ്രത്യാശ നമുക്കുണ്ട്. Because we have an eternal hope through the resurrection of Christ. ഈ താഴ്മയുള്ളത് മഹത്വമുള്ളതായി തീരുമെന്ന്. That these lowly bodies will be ഈ transformed. മർത്യമായത് അമർത്യമായി തീരുമെന്ന്. But this eternal will be heavenly. ഈ ഭൗമികമായത് സ്വർഗീയമായി തീരുമെന്ന്. This carnal will be heavenly ഈ itself. താൽക്കാലികമായത് നിത്യമായി തീരുമെന്ന്. This temporary will be eternal itself. യേശുവിലൂടെ നമുക്ക് ശക്തി ലഭിക്കുകയാണ്. As we receive the power through Christ. താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളെ വെല്ലുവിളിക്കാനുള്ള ശക്തി കിട്ടുകയാണ്. It gives us the authority to challenge ordinary things. ഹല്ലേലൂയ. Hallelujah. ഞാൻ മുന്നോട്ട് പോകാൻ വളരെ പെട്ടെന്ന് ഞങ്ങളുടെ വാക്കുകളെ We're going to move quickly. യേശുവിൻ്റെ പുനരുത്ഥാനമാണ് വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോർമേഷന് കാരണമാകുന്നത്. The reason for our transformation is the resurrection of Christ. സാൽവേഷൻ എന്ന് പറയുന്നത് വെറും പാപക്ഷമ മാത്രമല്ല. Salvation is not merely the forgiveness of sins. സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള ഒരു പുതിയ ജീവനും കൂടെയാണ്. Salvation is also a new life in Christ. നമ്മൾ പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് സാൽവേഷൻ ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു അതുകൊണ്ട് എല്ലാം കഴിഞ്ഞു. Many of us think that salvation is I accepted Jesus and everything is over. അങ്ങനെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നില്ല. The word of God does not teach us that. Salvation also should help us to have a new life. ഒരു പുതിയ ജീവനിലേക്ക് നമ്മളെ നടത്തുവാനായിട്ട് നമ്മുടെ രക്ഷ കൊണ്ട് സാധ്യമാണ്. ക്രിസ്തുവിൽ ഒരു പുതിയ ജീവൻ നമുക്കുണ്ടാകണം. And we should have a new life in Christ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്നു. In 2 Corinthians 5:17 read. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. Everyone knows that. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. If anyone is in Christ, he is a new creation. പഴയത് കഴിഞ്ഞുപോയി, all things are gone. ഇതാ സകലവും പുതുതായിരിക്കുന്നു. Behold, everything is new. അപ്പോൾ ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന എന്താണ്? So what do we receive from the resurrection? പഴയത് കഴിഞ്ഞുപോയി, all the old things are gone. സകലവും ഇതാ പുതുതായിരിക്കുന്നു. Everything is new in front of us. ക്രിസ്തുവിലുള്ള ഒരു പുതിയ ജീവൻ എനിക്ക് ലഭിക്കുകയാണ്. We receive a new life in Christ. ഹല്ലേലൂയ. Hallelujah. ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഉണ്ടാകുന്നെങ്കിൽ അത് എന്തുകൊണ്ട് മാത്രമാണ്? If we have a transformation in Christ, is only because of യേശുവിന്റെ ഉയർപ്പിലൂടെയാണ്. only because of his അതിലുള്ള resurrection. പ്രത്യാശയിലൂടെ മാത്രമാണ്. And the hope of the resurrection. ഹല്ലേലൂയ. Hallelujah. നമുക്ക് ക്രിസ്തീയ ജീവിതത്തിന് ധൈര്യമുണ്ടെങ്കിൽ, if you have boldness in your Christian life, ആ ബോൾഡ്നെസിന്റെ കാരണവും നമ്മുടെ മിനിസ്ട്രിക്കാകട്ടെ ജീവിതത്തിനാകട്ടെ അത് ക്രിസ്തുവിന്റെ ഉയർപ്പുകൊണ്ടാണ്. and whether it's ministry or your life or whatever you do, it is because of the resurrection of Christ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന പോലെ മനുഷ്യ നിർമ്മിതമായ കെട്ടുകഥകൾ കൊണ്ടല്ല, it is not by the fables men make up. എന്നാൽ ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട്, only because we believe in the resurrection of Christ. നമുക്കറിയാം യേശു കർത്താവിന്റെ ഉയർപ്പിന് മുമ്പേ ശിഷ്യന്മാർ എന്തുമാത്രം പേടിത്തൊണ്ടന്മാരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. Before the resurrection of Christ, you know how the disciples were very scared. ഏത് കാര്യത്തിനും പേടിക്കുന്നു, ഭയപ്പെടുന്നവര്. And they were always fearful.
കടലിൽ കൂടെ കർത്താവ് തന്നെ നടന്നു വന്നപ്പോൾ പറഞ്ഞു, അയ്യോ ഭൂതം വരുന്നെന്നും പറഞ്ഞ് നിലവിളിച്ചു. And they saw Christ walking on the water. They said, there is a ghost walking towards us. തിരകൾ ഉയരുന്നത് കണ്ടപ്പോൾ, അയ്യോ കർത്താവേ ഞങ്ങളെ കുറിച്ച് വിചാരമില്ലയോ, ഞങ്ങളെ രക്ഷിക്കണമേ. As the waves were rising, they said, Lord, you don't care about us. അവര് കഥകടച്ച് പലപ്പോഴും തങ്ങളെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. Oftentimes they were behind closed doors because they were afraid. എന്നാൽ യേശു ഉയർത്തു കഴിഞ്ഞപ്പോഴോ when Christ resurrected, ഒരു വല്ലാത്ത ധൈര്യം അവരിലേക്ക് വന്നു. they had a great boldness came upon them. പെന്തക്കോസ്ത് ദിവസത്തില് 3000-ൽ പരം ആളുകൾ രക്ഷിക്കപ്പെട്ട ആ ദിവസം maybe ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. And maybe there were thousands of people when the 3,000 were saved in Acts. അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ധൈര്യത്തോടെ പത്രോസ് പ്രസംഗിക്കുകയാണ്. In front of those big crowd, Peter getting up and boldly proclaiming. യേശുവിന്റെ ഉയർപ്പിന് മുമ്പ് ഭയചകിതരായിരുന്ന ശിഷ്യന്മാര്, the ones who were scared before the resurrection of Christ. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ വായിക്കുന്നു. In Acts chapter 4 verse 33 it says, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവ് യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു. With great power they talked about the resurrection of Christ in മഹാശക്തിയോടെ അവർ സാക്ഷ്യം പറയാൻ തുടങ്ങി. With great power it says, നിങ്ങൾ ക്രൂശിച്ചവനായ യേശുവിനെ ദൈവം ഉയർപ്പിച്ചെന്ന് പറയാൻ തുടങ്ങി. They started saying, the one you crucified, Christ resurrected. ദൈവത്തെക്കാൾ മനുഷ്യനെ അനുസരിക്കുന്ന വിഹിതമല്ലെന്ന് പറയാൻ തുടങ്ങി. And they're saying, don't listen to the men more than listen to God. ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ലെന്ന് പറയാൻ തുടങ്ങി. They said, we do not consider our life to be valuable. ആർക്കും ചിന്തിക്കുവാൻ കഴിയാത്ത ഒരു മഹാധൈര്യം അവരുടെ ഉള്ളിൽ വന്നു. There was an unbelievable power that came upon them because of the യേശുവിന്റെ ഉയർപ്പ് കൊണ്ട്. Only because of the resurrection of Christ. നമ്മുടെ ഉള്ളിൽ ആ ധൈര്യം ഇല്ലെങ്കിൽ, if you don't have that boldness in you, നമ്മൾ യേശു ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കാത്തത് കൊണ്ടാണ്. And only because you don't understand the resurrection power. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മയും ഉയർപ്പിക്കും എന്ന് വിശ്വസിക്കാത്തത് കൊണ്ടാണ്. Because you don't believe the same resurrection power, resurrected Christ will resurrect you. ഞാൻ വാക്കുകൾ പെട്ടെന്ന് അവസാനിപ്പിക്കും. We're going to conclude here. Resurrection power gives us hope. നമുക്ക് പ്രത്യാശ നൽകുന്നതാണ് resurrection power. എന്താ നമ്മുടെ സഫറിങ്സിൽ, നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്ക് ആശ തരുന്ന, പ്രത്യാശ തരുന്നത്? What gives us hope in our suffering, in our tribulations, is the resurrection of Christ. That every suffering has an expiration date. എല്ലാ സഫറിങ്ങിനും ഒരു എക്സ്പിറേഷൻ ഡേറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ കടന്നു പോകുന്ന സഫറിങ്ങിനും ഒരു എക്സ്പിറേഷൻ ഉണ്ട്. Even the suffering you're enduring now has an expiration date. Every dark tunnel has an opening, an end. ഏത് ഡാർക്ക് ആയിട്ടുള്ള ഒരു ടണലിനും അതിന്റെ എൻഡിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഒത്തിരി കഷ്ടത്തിൽ കൂടെ, വേദനയിൽ കൂടെ, പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോയി. Maybe you're enduring a lot of pain and suffering in your life. പക്ഷേ അതിനും ഉണ്ട് ഒരു എക്സ്പിറേഷൻ ഡേറ്റ്. That also has an expiration date. ഈ കഷ്ടത എന്നും ഉണ്ടായിരിക്കുകയില്ല. That the suffering will not endure. ഈ വേദന എന്നും ഉണ്ടായിരിക്കുന്നതല്ല. The pain will never endure. രാത്രിയിൽ വിലാപവും കഷ്ടവും ഒക്കെ ഉണ്ട്. Even at the night there is crying and wailing. എന്നാൽ രാവിലെ സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ നൃത്തം വരാൻ പോകുന്നു. അപ്പൊ നമുക്ക് ധൈര്യപ്പെടുത്തുന്ന, നമ്മുടെ കഷ്ടതയിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്നത് യേശുവിന്റെ ഉയർപ്പാണ്. But in our suffering, God encourages us, gives us boldness, is the resurrection. 1 പത്രോസ് 1:3 പറയുന്നത്, 1 Peter 1:3, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ അതിന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. Praise be to God, the Father of our Lord Jesus, in his great mercy has given us new birth into a living hope. അപ്പോൾ യേശുവിന്റെ പുനരുത്ഥാനത്താൽ, because of the resurrection of നമുക്ക് ജീവനുള്ള പ്രത്യാശയ്ക്കായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. And he has given us the living hope. Because Christ lives, യേശു ജീവിക്കുന്നതിനാൽ, because Christ lives, നമ്മുടെ കഷ്ടങ്ങൾക്കെല്ലാം ഒരു അവസാനമുണ്ട്. There is an ending to our suffering. താൻ വാഴുകയാൽ ആകുലമില്ല. Because he reigns, I have no worries. നാളെ എന്ന ചിന്തയില്ല. I do not worry about tomorrow. ഭാവിയെല്ലാം തൻ കൈകളിൽ എന്നതിനാൽ, all my future is in his hand. ഇന്ന് രാവിലെ നമുക്കും അങ്ങനെ പാടാൻ കഴിയണം. We should be able to sing the same. അവൻ വാഴുന്നതുകൊണ്ട്, because he reigns, അവൻ സിംഹാസനസ്ഥനായതുകൊണ്ട്, because he is enthroned, നമുക്ക് നാളെ കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ നാളുകളെ അവന്റെ കരത്തിൽ ഏൽപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. I want to say one more significant thing and close.
നമ്മളിതൊരു തിയറി ആയിട്ട് എടുക്കാതെ And don't take this as a theory. എപ്പോഴും ഓർത്തോണം, ദിസ് റിസറക്ഷൻ പവർ ഈസ് അവൈലബിൾ ടു us. Always be reminded this resurrection power is always available to us. ഇന്ന് നമുക്ക് അവൈലബിളാ. It is available today. യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി നമുക്ക് അവൈലബിളാ. His resurrection power is available today. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് അതിൽ നമുക്ക് ഡെയിലി വിക്ടറി കിട്ടത്തക്കവണ്ണം യേശുവിന്റെ പുനരുത്ഥാനത്തെ ഏറ്റുപറയണം. You need to claim the resurrection power looking at the circumstances you are in. അത് ഈസ്റ്റർ ടൈം ഈ സെലിബ്രേറ്റ് ചെയ്യാനുള്ള കാര്യം മാത്രമല്ല, something to be celebrated during Easter. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനവും സ്രോതസ്സും യേശുവിന്റെ പുനരുത്ഥാനമാണ്. And the foundation and the beauty of our Christian life is the resurrection. അത് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ നമുക്ക് ഡെയിലി വിക്ടറി ഉണ്ടാകണം. If you believe that, we will have daily victories. നമ്മുടെ നിർജീവമായിട്ടുള്ള ജീവിതത്തിന്റെ അവസ്ഥകളെ നോക്കിക്കൊണ്ട് യേശുവിന്റെ പുനരുത്ഥാനത്തെ ഏറ്റുപറയണം. Look at your lifeless situations and proclaim the resurrection of Christ. യേശു ഉയർത്തെഴുന്നേറ്റു എന്നത് നമ്മൾ വിളിച്ചു പറയണം ആ സാഹചര്യങ്ങളോട്. We need to boldly proclaim the resurrection of Christ. അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കേ. We need to start practicing. നിർജീവമായിരിക്കുന്ന അവസ്ഥകളോടൊന്ന് ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങിക്കേ. The lifeless situation, proclaim the resurrection of Christ. ദൈവമായ കർത്താവ് എസ്കേൽ പ്രവാചകനോട് ചോദിച്ചു, God asked Ezekiel, അസ്ഥികൾ നിറഞ്ഞു കിടക്കുന്ന ചിതറിക്കിടക്കുന്ന താഴ്വരയെ കാണിച്ചുകൊണ്ട് ചോദിച്ചു, and looking at the valley of bones, he asked Ezekiel, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? Son of man, will these bones live? എസ്കേൽ പറഞ്ഞു, കർത്താവേ നീ അറിയുന്നു. Ezekiel said, Lord, you only know. അവൻ കർത്താവ് പറഞ്ഞു, നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. God said, do one thing. ഈ അസ്ഥികൾ ജീവിച്ചെഴുന്നേൽക്കേണ്ടതിന് നീ കാറ്റിനോട് പ്രവചിക്ക്. And preach to the wind so these bones will live. അവൻ പ്രവചിക്കാൻ തുടങ്ങി. അസ്ഥി അസ്ഥിയോട് ചേർന്ന് വന്നു. അതിന്മേൽ ത്വക്കും മാംസവും എല്ലാം പൊതിഞ്ഞു. നാഡീ ഞരമ്പുകൾ വന്നു. പ്രവാചകൻ പ്രവചനം തുടർന്നുകൊണ്ടേയിരുന്നു. 4 കാറ്റിൽ നിന്നും ശക്തിയായിട്ട് 4 കാറ്റുകളും അതിന്മേൽ ഊതി. അവർ ജീവിച്ചെഴുന്നേറ്റു. മഹാസൈന്യമായി എഴുന്നേറ്റ് നിന്നു. Like a big army. ഇന്ന് രാവിലെ നമ്മുടെ നിർജീവമായ അവസ്ഥകളെ നോക്കിക്കൊണ്ട്, but even this morning, look at your lifeless situation. പ്രവചിക്കാൻ തുടങ്ങിക്കേ. Start prophesying. യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞ്, and let's proclaim that Jesus is ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ ശക്തി എന്നിൽ വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്, the same power that resurrected Christ is dwelling in me. നമ്മൾ വിചാരപ്പെട്ടിരിക്കുന്ന ഏത് കാര്യമാണെങ്കിലും, regardless of what you worried about, നമ്മളെ ഭയപ്പെടുത്തുന്ന ഏത് സാഹചര്യമാണെങ്കിലും, whatever situation that brings you fear, യേശുവിന്റെ നാമത്തിൽ പറ, in the name of Jesus proclaim, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ വസിക്കുന്നു. the same power that resurrected Christ is dwelling in me. ആ ശക്തിയിൽ ഞാൻ വിളിച്ചു പറയുന്നു, in that power I'm proclaiming, ജീവൻ ഉണ്ടാകട്ടെ. let there be life. ജീവൻ ഉദ്ഭവിക്കട്ടെ. let there be life. നിർജീവമായ അവസ്ഥകൾ മാറട്ടെ. let that death life situation in change. the name of Jesus. in the name of Jesus. Hallelujah. Hallelujah. സകല നിർജീവ അവസ്ഥകൾ നീങ്ങി പോകട്ടെ. every death situation in life will be transformed. വിശ്വസിച്ചേറ്റെടുക്കാം. ഇന്ന് can you believe that and accept വിശ്വസിച്ചേറ്റെടുക്കാം. can you believe that and accept നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങാം. let us start declaring that with നമ്മുടെ അധരം കൊണ്ട് വിളിച്ചു പറ. let us say it boldly. നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. let us believe in our heart. യേശു ഉയർത്തെഴുന്നേറ്റതിനാൽ, because of Jesus living, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ സഭയ്ക്കായി നമുക്കായി നൽകിയിരിക്കുന്നതിനാൽ, because God has given the resurrected Christ to the church, മരിച്ച അവസ്ഥകളോട് ഞാൻ പ്രഖ്യാപിക്കുന്നു. I am proclaiming to the death situation. നിർജീവ അവസ്ഥകളോട് പ്രഖ്യാപിക്കുന്നു. I am talking about that to the lifeless situation. ജീവിച്ചെഴുന്നേൽക്ക്. rise up and walk. നമുക്കൊരു ജീവനുള്ള സൈന്യമായിട്ട് എഴുന്നേറ്റ് let നിൽക്കാം. us stand as an army with life. ഹല്ലേലൂയ. ദൈവസന്നിധി നമുക്കൊന്ന് എഴുന്നേറ്റ് let നിൽക്കാം. us stand in the presence of God. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. everybody standing. കർത്താവിന് മഹത്വം കരേറ്റിക്കൊണ്ടിരിക്കാം. let us continue to praise God. കർത്താവിനെ നമുക്ക് ആരാധിച്ചുകൊണ്ടിരിക്കാം. let us continue to worship. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നമുക്ക് തന്നിരിക്കുക. God has given us the resurrected Christ. അവനെ ഡെയിലി നമുക്ക് അനുഭവിക്കാനായിട്ടാ തന്നിരിക്കുന്നത്. He has given us to enjoy that daily. ഒരു തിയറി ആയിട്ട് വിളിച്ചു പറയാനല്ല. it is not a theory to be practiced. ഇത് എന്റെ ജീവിതത്തിൽ പ്രായോഗികമാകണം. to make it practical in your personal എനിക്ക് life. ഡെയിലി പ്രതിദിനം ക്രിസ്തുവിനെ ഏറ്റുപറയണം. I want to accept Christ on a daily basis. ഹല്ലേലൂയ. ഹല്ലേലൂയ.
അല്പനിമിഷങ്ങൾ എല്ലാവരും Let us പ്രാർത്ഥിച്ചാട്ടെ. raise our hand. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. Everybody praying, everybody worshiping. നമ്മോട് തന്നെ നമുക്ക് ഏറ്റുപറയാം. Confess that to ourselves. നമ്മുടെ സാഹചര്യങ്ങളോട് ഏറ്റുപറയാം. Looking at your situation. യേശുവിന്റെ നാമത്തിലുള്ള ജീവൻ വ്യാപരിക്കട്ടെ. Let the life of Jesus that resurrected would യേശുവിന്റെ നാമത്തിൽ ഒരു പുതുക്കം ഉണ്ടാകട്ടെ. Let there be renewal in the name of Jesus. നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. In our families there should be change. നമ്മുടെ മക്കളിൽ അത് ഉണ്ടാകട്ടെ. In your children there should be change. നമ്മുടെ ഭാവിയിൽ അത് ഉണ്ടാകട്ടെ. For regarding your future, let നമ്മുടെ there be a ജോലിയിൽ change. വെളിപ്പെടട്ടെ. In our workplaces, let that നമ്മുടെ be. ആരോഗ്യ വിഷയങ്ങളിൽ വെളിപ്പെടട്ടെ. In your health situation, let that be revealed. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. In the name of Jesus. Hallelujah. 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 Thank you. Hallelujah. 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 Thank you, Father. Thank you, Father. ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിക്കുന്നു. We ഞങ്ങളെ surrender ഏൽപ്പിക്കുന്നു. ourselves, Lord, in your presence. We declare life in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ലൈഫ് proclaim. Hallelujah. 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 Our Heavenly Father, thank you for speaking to us intimately this morning. Not only this morning, this last week, Lord. Help us to understand your resurrection power. Father, help us to walk in that newness of life, Lord. Every situation, lifeless situation, every problem, every tribulation, every pain, whatever situation is, Lord, help us to proclaim the power of Christ that is given to church, and that is each one of us, Lord. Oftentimes we walk about timidly, Lord. We walk in fear, but no more. Amen. Father, help us to understand the resurrection power in our lives. Hallelujah. We claim that this morning Yes. for me and my brothers Hallelujah. and sisters, oh God. Hallelujah. Help us to be a renewed church, oh God. Hallelujah, hallelujah. Thank you for enabling your servant to bring the word this morning. Amen. Let us go in this power. We love you, we praise you. In Jesus Christ the Lord's precious name we pray. Amen.